വറഹ്മത്തുള്ളാ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, അതായത് കേരള മുസ്ലിം പാരമ്പര്യത്തിനെ പറ്റി പറയുമ്പോൾ അതായത് മലബാറിലെ കുറേ പണ്ഡിതന്മാരെ പറ്റിയിട്ട് പല ചർച്ചകളും നടന്നിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഒരു ഫോക്കസ് ലഭിക്കാതെ പോയൊരു ടീമായിരിക്കും ഉത്തര മലബാറിലുള്ള പല പണ്ഡിതന്മാരും. അതായത് ഉത്തര മലബാർ അല്ലെങ്കിൽ മംഗലാപുരം ഭാഗത്തൊക്കെ ഒരുപാട് ഇസ്ലാമിക പാരമ്പര്യത്തിൻ്റെ പല ആചാരങ്ങളും പഴമയുള്ള പല ആചാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പല പണ്ഡിതന്മാരും പലപ്പോഴും കാര്യപ്പെട്ട ചർച്ചകളിലേക്ക് വരാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരാളാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയമായിട്ടുള്ള CM അബ്ദുള്ള മൗലവി ഉസ്താദ് അവറുകൾ. അപ്പോൾ ചെമ്പരിക്ക ഖാദി ഉസ്താദ് എന്നാണ് പല സ്ഥലങ്ങളിലും അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലെഗസി അതൊക്കെ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. CM ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഒരുപാട് ഉസ്താദുമാരും അതുപോലെ ഒരുപാട് പണ്ഡിതന്മാരും ഉസ്താദിനെ അനുസ്മരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പല വേദികളിലും ഉസ്താദിനെ അനുസ്മരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോഴൊക്കെ വളരെ കൗതുകകരമായ അല്ലെങ്കിൽ വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമുണ്ട്. അതായത് ഉസ്താദിനെ കുറിച്ച് പറയുന്ന നമുക്ക് എന്നും രസകരമായി തോന്നിയൊരു സംഭവമാണ്. ഉസ്താദ് വളരെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണത്. അതായത് സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഉസ്താദ് വഫാത്താണ് പറഞ്ഞത്. സമസ്ത വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ആ ഉസ്താദ് സമസ്തയുടെ മുഷാവറയിലേക്ക് 40 ആളുകളുടെ മുഷാവറ. അപ്പോൾ വലിയ പണ്ഡിതന്മാരല്ലേ, ഫിഖ്ഹിലും ഹദീസിലും തസൗഫിലൊക്കെ വലിയ പരിജ്ഞാന പണ്ഡിതന്മാരാണ് അവർക്ക്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് ഒരു ലാപ്ടോപ്പുമായി നടന്നു നീങ്ങുന്ന ഒരു പണ്ഡിതൻ. അപ്പോൾ അത് വളരെ ചിന്തനീയമായൊരു കാര്യമായിട്ടാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ഈ പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ ഫിഖ്ഹ്, ഹദീസ്, ഖുർആൻ അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ വലിയ ആഴത്തിലുള്ള കഴിവുണ്ടാകുന്നതോടൊപ്പം തന്നെ ഈ ആധുനികമായിട്ടുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഉസ്താദിൻ്റെ കഴിവും, അപ്പം അത് വളരെ ഇന്നത്തെ നമ്മുടെ മതഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് ഒരു വെളിച്ചം വീശിയ ഉസ്താദിൻ്റെ ഒരു കാഴ്ചപ്പാടാണത്. വലിയൊരു കാഴ്ചപ്പാടായിരുന്നല്ലോ സമന്വയ വിദ്യാഭ്യാസം എന്നുള്ളത്. അതായത് തികഞ്ഞ പാരമ്പര്യ അറിവുകളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ ആധുനികമായ രീതിയിൽ പുതിയ ജനങ്ങളോട് സംവദിക്കാൻ കഴിയുന്ന രീതിയിൽ വേണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമമായ മാതൃകയായിരുന്നു മൂപ്പര്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഹിസ്റ്റോറിക്കൽ കോൺടെക്സ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ മേഖലകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ ഉമ്മ നിർബന്ധിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്കൂളിലേക്കൊക്കെ പോകണമെന്ന് പറയുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ ചെമ്പരിക്ക എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ അന്ന് സ്കൂളുകളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എൻ്റെ ഉപ്പാന്റെ പള്ളിക്ക് ഒലിയങ്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു സ്കൂളുണ്ട് പറഞ്ഞിട്ട് അവിടേക്കാണ് പോകണം. അങ്ങനെ സ്കൂൾക്ക് ആദ്യമായിട്ട് ചെല്ലുന്ന സിനാരിയൊക്കെ നമുക്ക് ചിന്തിപ്പിക്കുന്ന ഒരു സിനാരിയാണ്. കാരണം എന്താ വെച്ചാൽ സ്കൂളിൽ കൂട്ടുകാരൊക്കെ ഒത്തിങ്ങനെ ഇരിക്കുമ്പോൾ ആ അധ്യാപകന്റെ ചെയറിൽ ഇരിക്കുന്ന ആള് എൻ്റെ വാപ്പയാണ്. അപ്പോൾ വാപ്പാൻ്റെയൊക്കെ എന്നാണ് ആദ്യമായിട്ട് ഈ പഠനം ആരംഭിക്കുന്നത്. പിന്നെ അതിനുശേഷം അദ്ദേഹം SLC പാസ്സാവണതും അത് ഡബിൾ പാസ് കാര്യങ്ങളൊക്കെ അദ്ദേഹം അതെൻ്റെ ആത്മകഥയിൽ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം ബാക്കിയാതി പോയിട്ട് അദ്ദേഹം BFM ഒക്കെ എടുക്കുന്നുണ്ട്, ഡിഗ്രി ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിന് തുടക്കം മുതൽ ഈ സാധനങ്ങൾ വരുന്നത്. അഥവാ കിതാബ് ഓതിയിട്ടുണ്ട്, ദർസിൽ ഓതിയിട്ടുണ്ട്, അതുപോലെ അങ്ങനെ ഇത്ര വിജ്ഞാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം മറ്റുള്ള പണ്ഡിതന്മാരിൽ നിന്നൊക്കെ കുറേ പണ്ഡിതന്മാരാണ്, അതിൽ നിന്നൊക്കെ ഉസ്താദിനെ വ്യത്യസ്തമാക്കുന്ന അദ്ദേഹത്തിന്റെ കണ്ടംപററി നോളജും കാര്യങ്ങളൊക്കെ ഗോളശാസ്ത്രത്തിലുള്ള അറിവ്. അപ്പം അത്തരത്തിൽ നമ്മൾ CM ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഉസ്താദിന്റെ ഒരു ചരിത്രം പറയുമ്പോൾ അല്ലെങ്കിൽ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും അത് ഉത്തര മലബാറിന്റെ കൂടി ചരിത്രമാണ്. ഉസ്താദിന്റെ ആത്മകഥയുടെ പേര് തന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്, എന്റെ കഥ വിദ്യാഭ്യാസത്തിന്റെ. അപ്പൊ ഉസ്താദ് ആ ഉത്തര മലബാറിൽ അല്ലെങ്കിൽ മംഗലാപുരം, കാസർഗോഡ് ദേശങ്ങളിൽ ഉസ്താദ് ഒരുപാട് വൈജ്ഞാനിക വിപ്ലവം തീർത്തിട്ടുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾ ഉസ്താദ് അവിടെ അറബിക് കോളേജുകൾ തുടങ്ങി. അപ്പൊ അങ്ങനെ ഉസ്താദിന്റെ ചരിത്രം പറയുമ്പോൾ അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, ഉത്തര മലബാർ പറയുമ്പോൾ കാസർഗോഡ്, മംഗലാപുരം ദേശങ്ങളിലൊക്കെ ഉസ്താദ് നടത്തിയ വലിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ കൂടി ചരിത്രമാണത്. അപ്പോൾ ഈ പലപ്പോഴും ഉസ്താദ് ഒരു വൈജ്ഞാനിക മേഖലയിൽ പ്രവർത്തിച്ച ആൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. പക്ഷെ അതിലുപരി മൂപ്പരൊരു സാമൂഹിക പ്രവർത്തകന് അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താവ് എന്നും കൂടി അറിയപ്പെടണം എന്നാണ് ഞാൻ ഈ ആത്മകഥയൊക്കെ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മൂപ്പർ അങ്ങനെ കൂടി അറിയപ്പെടേണ്ട ഒരാളാണ്. അതായത് കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ സ്ഥാപനങ്ങളുടെ വീക്ഷണങ്ങൾ, ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്കൂളുകൾ, ആർട്സ് കോളേജുകൾ, അങ്ങനെ പല രീതിയിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിലൊക്കെ ലക്ഷ്യങ്ങൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ വ്യക്തമാക്കി അതിൻ്റെ ഓരോ ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പറയുന്നതാണ് സമൂഹത്തിലെ ദരിദ്ര വിമോചനം. അപ്പോൾ അങ്ങനെ സമൂഹത്തിൽ ഓരോ പ്രോബ്ലങ്ങളെയും സോൾവ് ചെയ്യാവുന്ന രീതിയിൽ സാമൂഹിക പരിഷ്കർത്താവായിട്ട് കൂടി അറിയപ്പെടണം എന്നുള്ളൊരു വീക്ഷണമാണ് എനിക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സാമൂഹിക പരിഷ്കർത്താവ് എന്ന് പറഞ്ഞപ്പോൾ ഖാദി സ്ഥാനം വഹിച്ചത് ഉസ്താദ് ജീവിതം എപ്പോഴും ഉസ്താദ് പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് നമ്മൾ സൂചിപ്പിച്ച വിദ്യാഭ്യാസപരമായ മുന്നേറ്റങ്ങൾ, മറ്റു പ്രധാനപ്പെട്ട സംഭവമാണ് ഖാദി സ്ഥാനം. അതായത് ഉസ്താദ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഉസ്താദിൻ്റെ പിതാവ്
ബഹുമാനപ്പെട്ട കാസി മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ എന്ന് പറയുന്ന ഉസ്താദിന്റെ പിതാവ് നിരവധി മഹലുകളിലെ കാദിയായിരുന്നു ഈ കാസർഗോഡ് മംഗലാപുരം ദേശങ്ങളിലേക്ക്. അപ്പോൾ ഉസ്താദിന്റെ CM ഉസ്താദിന്റെ പിതാവിന്റെ വിവേകാനന്ദരാണ് ഈ കാദിസ്ഥാനങ്ങളൊക്കെ ഉസ്താദിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബത്തോട്, ബഹുമാനപ്പെട്ട CM ഉസ്താദിന്റെ കുടുംബത്തോട് ആ നാട്ടിലെ ആളുകൾ അല്ലെങ്കിൽ ഉത്തര മലബാറിൽ ഉണ്ടായിരുന്ന ജാതി മത ഭേദമന്യേ എല്ലാ ആളുകളും അവരുടെ കുടുംബത്തോട് വലിയ ആദരവ് പ്രകടിപ്പിച്ച ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ പിതാവ് വഫാത്തായപ്പോൾ ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ ഉസ്താദിന്റെ അടുത്തേക്ക് വരികയും ആ ഖാദിസ്ഥാൻ ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. സ്വാഭാവികമായി ഉസ്താദ് അതിനെ തുടക്കത്തിലൊന്നും അതിന് എന്ത് ചെയ്തില്ല, അനുകൂലിച്ചില്ല. ഉസ്താദിന് താല്പര്യം പ്രകടിപ്പിച്ചില്ല. ഒരു ആത്മകഥയിൽ പറയുന്നുണ്ട്, ഞാൻ പലപ്പോഴും ദുആ ചെയ്യാറുള്ള ഒരു കാര്യമായിരുന്നു, വാപ്പ വഫാത്താകുന്ന സമയത്ത് ദൂര നാടുകളിൽ അല്ലെങ്കിൽ വിദേശത്തെ എവിടെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ദുആ ചെയ്തിരുന്നു. കാരണം ഈ ഖാദിസ്ഥാൻ ഏറ്റെടുക്കുന്നത് പഠിച്ചിട്ട്. എന്നിട്ട് അത് ഉസ്താദ് തുടർന്ന് പറയണത് ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. നാട്ടിലുണ്ടായിരുന്ന ആ സമയത്ത്, പക്ഷെ ഖാദിസ്ഥാൻ ഉസ്താദിനെ വിട്ടുപോയില്ല. അപ്പൊ അങ്ങനെ ഉസ്താദ് എന്ത് ചെയ്തു, സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഈ നിരവധി മഹല്ലുകളുടെ ഖാദിസ്ഥാൻ, അതായത് ആദ്യമായിട്ട് കിയൂർ മഹല്ലൊക്കെ അടങ്ങുന്ന 14 മഹല്ലുകളാണ് ഉസ്താദ് ഏറ്റെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു 14 മഹല്ലുകൾ ഏറ്റെടുത്തു. പിന്നീട് അവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു. അങ്ങനെ അവസാനം 2008 മംഗലാപുരം ഖാദിസ്ഥാനം, അങ്ങനെ ഏകദേശം 100ഓളം മഹല്ല് ഉത്തര മലബാറിലും ഈ മംഗലപുരം കാസർഗോഡ് ദേശങ്ങളിലൊക്കെ ആയിട്ടുള്ള 100ഓളം മഹല്ലുകളുടെ ഖാദിസ്ഥാനം ഉസ്താദ് ഏറ്റെടുത്തു. അപ്പൊ അവിടെയൊക്കെ ഉസ്താദ് അവിടുത്തെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ, അവിടുത്തെ ഓരോ നടപടിക്രമങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഉസ്താദ് ചെയ്തിരുന്നു. ഉസ്താദ് പറയുന്ന ഒരു കാര്യമാണ് ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം ഈ 100 മഹല്ലിലെ ഖാദിസ്ഥാനം അതൊരിക്കലും ഉസ്താദിന്റെ തടസ്സമായിരുന്നില്ല, വളരെ കൃത്യമായി ചെയ്തു പോയി. അതിപ്പോ ഈ കുടുംബത്തിന്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റു ഉസ്താദിന്റെ ആത്മീയമായ വിഭാഗത്തിന്റെ വിഷയങ്ങൾ അതിലൊന്നും തടസ്സമായിട്ടില്ല. അപ്പൊ അതൊക്കെ വളരെ കൃത്യമായി തന്നെ ഉസ്താദിനെ കൊണ്ടുപോകാൻ സാധിച്ചു. നമുക്ക് അദ്ദേഹത്തിന്റെ ആത്മകഥ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രത്തോളം മഹല്ലുകൾ ഖാദിസ്ഥാനം വഹിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എത്രത്തോളാണ്. വിദ്യാഭ്യാസ സഅദിയ അറബി കോളേജ്, മലബാർ ഇസ്ലാമിക് കോളേജ്, അതുപോലെ തന്നെ ഒരുപാട് വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ, അതിനിടെയുള്ള രചനകൾ, വളരെ അത്ഭുതപ്പെടുത്തുന്ന രചനകളുണ്ട് അദ്ദേഹത്തിന്. സഅദിയുടെ ഒരു ചരിത്രം നോക്കിയാൽ ചരിത്രം തന്നെ വളരെ വളരെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതായത് അതിൻ്റെ പ്രാരംഭ സമയത്ത് തന്നെ അവിടെയുള്ളൊരു ഹാജിയാരായിരുന്നു ഇതിലേക്ക് കാര്യമായിട്ടുള്ള സംഭാവനകളും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിനും അദ്ദേഹത്തിൻ്റെ ഒരു ഖാലിസായ ഒരു നീയത്ത് ഉണ്ടായതോടുകൂടി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് പല രീതിയിലുള്ള സഹായങ്ങൾ അദ്ദേഹത്തിന് എത്തിപ്പെടുകയാണ്. അങ്ങനെ ആ രീതിയിൽ തന്നെ വളരെ വിപുലമായിട്ടുള്ള വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ. സിലബസ് എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഒരു സമന്വയ വിദ്യാഭ്യാസം അദ്ദേഹത്തിന്റെ മനസ്സിൽ കുറെ കാലം ഉണ്ടായിരുന്ന ഒരു ലക്ഷ്യമായിരുന്നു. അതെ. അപ്പോൾ ആ ഒരു ഏരിയയിൽ കാസർഗോഡ് മംഗലാപുരം ആ ദേശത്ത് ഒരു അറബിക് കോളേജ് സ്ഥാപിക്കുക എന്നുള്ള അദ്ദേഹത്തിന് ഏറ്റവും ഒരു ലക്ഷ്യമായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം മനസ്സിൽ കൊണ്ടുവരുന്ന അതേ സിലബസും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം തുടങ്ങിയൊരു സ്ഥാപനമായിരുന്നു സാധിച്ചത്. പിന്നെ അദ്ദേഹം ഒരു വേളയിൽ സമസ്ത ഏറ്റെടുക്കേണ്ടത്. അവ അദ്ദേഹം ഒരു ഹജ്ജിന് പോയ സമയത്ത് UAE പോയിട്ട് പിന്നെ അങ്ങനെ അദ്ദേഹം ഹജ്ജിനൊക്കെ പോകുന്ന സന്ദർഭം പറയുന്നുണ്ട് 1970-കളിൽ. അപ്പൊ ആ സമയത്താണ് സാദിയ കോളേജ് സമസ്ത ഏറ്റെടുക്കുന്നത്. പിന്നെ അത് സമസ്ത ഏറ്റെടുത്തപ്പോൾ അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ കുറച്ച് ചേഞ്ച് ചെയ്യേണ്ടൊക്കെ വന്നു. ബാക്കിയാത്തിൽ അതേ സെയിം സിലബസ് ആയിരുന്നു. ബാക്കിയാത്ത സിലബസിനെ കുറിച്ച് അറിയാലോ, പഴയ ഒരു ട്രഡീഷണൽ സാധനമാണെങ്കിലും സമന്വയ വിദ്യാഭ്യാസത്തിന്റെ സിലബസ് ആയിരുന്നു. പുതിയൊരു പരിഷ്കാരം അതിൽ വന്നിട്ടുണ്ട്. ഇവിടെ അദ്ദേഹത്തിന്റെ വീക്ഷണം കറക്റ്റ് ഇവിടെ വെളുവായി നമുക്ക് മനസ്സിലാകും. അതായത് സമന്വയ വിദ്യാഭ്യാസം ജസ്റ്റ് ഭൗതികവും മതവും ഒരുപോലെ പഠിപ്പിക്കുക എന്നുള്ളതല്ല. ഇപ്പൊ എന്താണ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള, അതായത് പുതിയ വരുന്ന തലമുറയോട് ഏറ്റവും നല്ല രീതിയിൽ ഉദുഇലാ സബീല റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന എന്ന് പറയുന്ന പോലെ ഏറ്റവും നല്ല രീതിയിൽ പ്രബോധനം ചെയ്യാനും പുതിയ തലമുറയോട് അഭിസംബോധന ചെയ്യാനും ഉതകുന്ന രീതിയിലുള്ള പണ്ഡിതന്മാർ വേണം. അത് മൂപ്പർ തന്നെ ജീവിച്ച് കാണിച്ച ഒരു മാതൃകയായിട്ട് ആ വീക്ഷണത്തെ മറ്റുള്ളവർക്കൊക്കെ പകർന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഉസ്താദ് കൊടുക്കുന്ന വലിയൊരു സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത്. അതായത് നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മളെ കിതാബുകളിലും ഉസ്താദ് പ്രത്യേകിച്ച് ഉസ്താദ് പറയുമ്പോൾ ഗോളശാസ്ത്രത്തിൽ ഉസ്താദ് പ്രത്യേകമായ കഴിവുണ്ട്. അപ്പൊ ആ ഗോളശാസ്ത്രത്തിലുള്ള ഒരുപാട് കഴിവുകൾ, അതിലുള്ള ഒരുപാട് രചനകൾ, അതുപോലെ പാരമ്പര്യമായിട്ടുള്ള ഉസ്താദിന് ഹദീസ്, ഫിഖ്, തസ്വഫ്, അതിലൊക്കെ ഉള്ള ഒരുപാട് കഴിവുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഉസ്താദിന് ഈ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഈ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒരു കഴിവൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊന്നും എന്തല്ല നമ്മുടെ പാരമ്പര്യത്തിന് തടസ്സമല്ല. നമ്മള് ഉസ്താദ് ഉണ്ടോ ഈ ഒരു വിദ്യാഭ്യാസങ്ങളൊക്കെ ഉൾക്കൊള്ളുമ്പോൾ ഉസ്താദ് ആ ഒരു സുന്നി വേഷവിധാനവും ഉസ്താദിന്റെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആ ഒരു പാരമ്പര്യമായ രീതിയിലാണ്. അപ്പൊ നമ്മുടെ എത്രത്തോളം അങ്ങോട്ട് ഉയർന്നത്, എത്ര ഭൗതിക വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ ആശയങ്ങളോട് ആദർശങ്ങളോട് പിന്തുടർന്ന് ജീവിക്കണം എന്നുള്ള ഉസ്താദിന്റെ ഒരു വലിയ സന്ദേശമാണ്. പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ള മതഭൗതിക പഠിക്കുന്ന വിദ്യാഭ്യാസം പഠിക്കുന്ന എല്ലാ ആളുകൾക്കും ഈ കാലത്ത് ഇത്തരത്തിൽ സമന്വയ വിദ്യാഭ്യാസം പഠിക്കുന്ന എല്ലാ ആളുകൾക്കും ഉസ്താദ് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശമാണ് ഉസ്താദിന്റെ ജീവിതത്തിന്. നമ്മൾ എത്ര ഭൗതിക വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാലും
പാരമ്പര്യമായിട്ടുള്ള ആ ഒരു രീതിയിൽ നമ്മൾ പരമാവധി പിന്തുടർന്ന് പോവുക, അതിനെ മുറുകെ പിടിക്കുക എന്നുള്ള ഒരു വലിയ സന്ദേശമുണ്ട് അതിൽ. അദ്ദേഹത്തെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച വേറൊരു പോർഷനാണ് നമ്മൾ എന്ന് പറഞ്ഞത്. അതായത് വഫാത്താകുന്ന സമയത്ത് പോലും ഒരുപാട് വീക്ഷണങ്ങൾ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥ നമുക്ക് മനസ്സിലാവും. മംഗലാപുരത്ത് ഒരു സ്ഥാപനം ഉണ്ടാക്കണം എന്നുള്ള ഒരു സ്വപ്നം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതായത് സീനത്ത് ബക്ഷി എന്നുള്ള പള്ളി കേന്ദ്രീകരിച്ച് ഒരു സ്ഥാപനം ഉണ്ടാക്കണം എന്നുള്ള ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അങ്ങനെ വഫാത്തിന്റെ സമയത്ത് പോലും ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ്. അതായത് എല്ലാ സമയത്തും കർമ്മനിരതനായിട്ട് ഇനിയും ഒരുപാട് വൈജ്ഞാനിക മേഖലകളിൽ ചെയ്യണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് വെച്ച് സഞ്ചരിച്ച ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം വലിയ അപ്ഡേറ്റഡ് ആയിരുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ സിലബസിന്റെ വിഷയമൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പൊ പഴയ കാലത്ത് ദർസുകളിലൊക്കെ ഓതിരുന്ന ദർസുകളിൽ മറ്റേ മെറ്റീരിയൽ സ്റ്റഡീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ജിയോസെൻട്രിക് തിയറി ഒക്കെ ഉണ്ടല്ലോ ടോളമിയുടെ. അപ്പൊ ഭൂമി നിശ്ചലമായിട്ട് സൂര്യൻ അതിന് ചുറ്റുപാടും കറങ്ങാന്നുള്ള. അപ്പൊ അദ്ദേഹം തന്നെ അതിന് അതൊക്കെ പഴയ സ്റ്റഡീസ് അല്ലേ, അത് കുറച്ചുകൂടി അപ്ഡേറ്റ് ആയിട്ട് സോളാർ സിസ്റ്റം കാര്യങ്ങളൊക്കെ സാദിയയുടെ ഭാഗത്ത് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. സാദിയയുടെ സിലബസ് മാറ്റം വന്നപ്പോൾ മൂപ്പർക്ക് ഒരു അനിഷ്ടം പ്രകടിപ്പിക്കാൻ കാരണം തന്നെ ഇതാണ്. അദ്ദേഹം വെറും സമന്വയ വിദ്യാഭ്യാസമല്ല, അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോളജ് അതാണ് വേണ്ടത് എന്നുള്ള ആ ഒരു ആശയത്തിന്റെ വക്താവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ രചനകൾ എടുത്തൊക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അദ്ദേഹം ആസ്ട്രോണമി, മാത്തമാറ്റിക്സ്, അല്ലാതെ നമ്മളെ സാധാ പടപ്പാട്ടുണ്ട്, കന്നഡ ട്രാൻസ്ലേഷൻസ് ഉണ്ട്, മലയാളത്തിൽ ഒരുപാട് വർക്ക്സ് ഉണ്ട്. ഭാഷകളിൽ വളരെ വൈപുല്യം ഒരു മഹാരത്ത് ഉണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹം. ഭാഷകൾ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു മോയ്മലയമ രചിച്ച പുസ്തകമുണ്ട്. അതിൽ പറയുന്നുണ്ട് അദ്ദേഹം ചെറിയ കാലങ്ങളിൽ തന്നെ ഹിന്ദു ന്യൂസ് പേപ്പർ അന്ന് ആ കാലത്ത് തന്നെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് പതിവായി വായിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കന്നഡ ഭാഷയിലുള്ള മംഗലാപുരം കാളിമാരെ പറ്റിയിട്ട് ഹിസ്റ്ററി, അങ്ങനെ പല മേഖലകളിലും ടച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് തികച്ചും മാതൃകയാക്കാൻ പറ്റുന്ന പുതിയ കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ തനതായ ട്രഡീഷണൽ സിസ്റ്റത്തിനെ അവലംബിച്ചുകൊണ്ട് തന്നെ പുതിയ നൂതന മാർഗങ്ങളൊക്കെ പഠിക്കാനും ആ വിദ്യാഭ്യാസങ്ങളൊക്കെ പുൽകാനുള്ള ഒരു പ്രചോദനം. നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് ഉസ്താദ് സമസ്തയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച സംഭവം. കാരണം നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഉസ്താദ് സമസ്തയുടെ വൈസ് പ്രസിഡന്റ്, ഉപാധ്യക്ഷനായിരുന്നു. സമയത്ത് പോലും ഉസ്താദ് ഉപാധ്യക്ഷനാണ്. അത്രത്തോളം സമസ്തയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു വലിയ സംഭവമാണ്. കാരണം മാത്രമല്ല ഉസ്താദ് കാസർഗോഡ് മുഷാവറയുടെ പ്രസിഡന്റ് ആയിരുന്നു, അവിടുത്തെ SMFന്റെ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ കീഴിലായിരുന്നു ദാറുദറ സ്ഥാപനമായ ദാറുൽ ഇർഷാദ് അക്കാദമി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉസ്താദ് ദാർഹുദ കോർഡിനേഷൻ കോളേജിന്റെ ചെയർമാനായിരുന്നു. അങ്ങനെ സമസ്തയോടും ദാറുദയുടെ സംവിധാനങ്ങളോടൊക്കെ വളരെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു ഉസ്താദിനോട് എടുത്തു വരേണ്ട ഒരു വലിയ സംഭവമാണത്. കാരണം സമസ്ത പതിന്റെ 100ാം വാർഷികം കാസർഗോഡ് വെച്ച് ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ കാസർഗോഡ് വെച്ച് ആഘോഷിക്കാൻ പോകുമ്പോൾ മനസ്സിലേക്ക് എല്ലാവരും ഓർത്തെടുക്കുന്ന ഒരു കാര്യമാണ്, കാസർഗോഡിൽ സമസ്തക്ക് ഇത്ര ഒരു വേരുറപ്പോടെ ഉണ്ടാക്കിയത്. കാസർഗോഡിൽ സമസ്ത എന്താണെന്നും അതിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നും അവിടെ കാണിച്ചു കൊടുത്തത് CM ഉസ്താദാണ്. അപ്പൊ അത് ഈ ഒരു സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം എടുത്തു വരേണ്ട കാര്യമാണ്. കാരണം സമസ്ത ഒരു 100 വർഷം പിന്നിടുമ്പോൾ ഓരോ ഭാഗങ്ങളിലും ഓരോ പണ്ഡിതന്മാരായിരിക്കും, വലിയ പണ്ഡിതന്മാരാണ് ഓരോന്നിനും നേതൃത്വം കൊടുത്തത്. ഇപ്പം മലബാറിൽ, ഉത്തര മലബാറിൽ, വടക്കൻ കേരളത്തിൽ അതിന് നേതൃത്വം കൊടുത്ത് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ചുക്കാൻ പിടിച്ചത് ആരാണ്? ബഹുമാനപ്പെട്ട CM ഉസ്താദാണ്. അപ്പോൾ ഈ ഒരു 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഉസ്താദിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഉസ്താദ് അവിടെ ചെയ്തു വെച്ച ഓരോ സംഭവം കൂടി നമ്മൾ ഓർത്തെടുക്കുകയാണ്. ഉസ്താദ് കൊണ്ടുവന്ന സ്ഥാപനങ്ങളെയും ഉസ്താദ് അവിടെ മുന്നോട്ട് വെച്ച ആശയങ്ങളൊക്കെ കൂടി നമ്മൾ അയവിറക്കുന്ന സമയമാണിത്. CM ഉസ്താദ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്ന മറ്റൊരു ഭാഗമാണ്, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഇങ്ങനെ ഓരോ ഔദാര്യമായിട്ട് ഓരോ അനുഗ്രഹങ്ങൾ പോലെ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കും. അതായത് നമ്മൾ ഖാലിസ്ഥാനം അതിൻ്റെ ഒരു ഉദാഹരണം മാത്രം. അതുപോലെ തന്നെ ഈ പുതിയ സ്ഥാപനങ്ങളുടെ നേതൃത്വങ്ങളൊക്കെ അദ്ദേഹത്തിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ ആ നീയത്തിനോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകളെ കൊണ്ട് സഹായങ്ങൾ ചെയ്യിപ്പിക്കുക. അതായത് ഇപ്പോൾ മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ്, അതിൽ തെക്കിൽ മൂസാജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹമായിരുന്നു അതിൽ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നത്. അങ്ങനെ പല രീതിയിലും അദ്ദേഹം തനതായ ആ ഖാലിസായ നീയത്ത് കൈവച്ചതോടുകൂടെ അദ്ദേഹത്തിന് വേണ്ട, അതായത് മാൻ പവറും കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ അതൊക്കെ ഉസ്താദിന്റെ നീയത്തിന്റെ ഭാഗമായിട്ട് വന്നത്. നമ്മുടെ ഉസ്താദിന്റെ ഒരു വലിയ സന്ദേശം, ഉസ്താദ് കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ പാരമ്പര്യമായിട്ടുള്ള വിദ്യാഭ്യാസവും ഒരു ഭൗതികമായുള്ള വിദ്യാഭ്യാസമൊക്കെ എത്രയും നേടാൻ സാധിക്കും. പക്ഷെ അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഒരു സുന്നത്ത് ജമാഅത്തിനോട് ചേർന്ന് നിന്നിട്ടുള്ള നമ്മുടെ എല്ലാവിധ ആശയാദർശങ്ങളും, നമ്മുടെ
കാഴ്ചപ്പാടുകളൊക്കെ ആ രീതിയിൽ ആവണം എന്നുള്ളൊരു വലിയ സന്ദേശമാണ് ബഹുമാനപ്പെട്ട സി ഉസ്താദ് നൽകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എത്ര